ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബൺദോശയാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റവയാണ് കേട്ടോ എടുക്കുന്നത്, അതായിരിക്കും ഇട്ട്. ഇനി ഇതിലേക്ക് തൈര്, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി മിക്സ് ആക്കാം കേട്ടോ. ഒരു വിസ്ക് വെച്ചിട്ട് നമുക്കിത് ഒന്ന് മിക്സാക്കാം. ഇപ്പോൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം നമുക്ക് മൂടി വെക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു മിക്സി ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി കഴിയട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവോള, വേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇട്ടാൽ ഇതൊന്നിട്ട് ഒന്ന് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ കേട്ടോ. സവോളയൊക്കെ ഒന്ന് നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇത് അരച്ച ആ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇതിൽ ഇട്ട് നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പം ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു കുണ്ടുള്ള ഒരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ മാവിൽ നിന്ന് ഒരു കയ്യിൽ മാവ് എടുത്ത് ഇതിൽ ഒഴിച്ചെടുക്കും. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും മൂടി വയ്ക്കാം കേട്ടോ. നമുക്കിത് എടുക്കാം കേട്ടോ. അടുത്തതായിട്ട് ഇത് എടുക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് തന്നെ ഒന്ന് ചുട്ടെടുക്കണുള്ളൂ. ബാക്കി കുറച്ച് കഴിഞ്ഞിട്ട് ചുടാച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ ബൺദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതിൻ്റെ ഒപ്പം ചട്നി, സാമ്പാറും അല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറി എന്ത് വേണമെങ്കിലും